മാവേലിക്കര ഉമ്പർനാട് ശ്രീധർമ്മ ശാസ്താ ക്ഷേത്രത്തിലെ പ്രഥമ അഖില ഭാരത അയ്യപ്പ മഹാസത്രം മെയ് 12 മുതൽ 19 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യജ്ഞാചാര്യൻ ഭാഗവത ചൂടാമണി ഡോക്ടർ പള്ളിക്കൽ സുനിലിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. വെള്ളി രാവിലെ 10-ന് കലവറ നിറയ്ക്കൽ, മെയ് 11 ശനി രാവിലെ 8-ന് അയ്യപ്പ വിഗ്രഹ ഘോഷയാത്ര എന്നിവ നടക്കും. മാവേലിക്കര ഉമ്പർനാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിലെ പ്രഥമ അഖില ഭാരത അയ്യപ്പ മഹാസത്രം മെയ് 12 മുതൽ 19 വരെ നടക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ അനുഗ്രഹ ആശംസകളോടെ കേരളത്തിലെ തന്നെ പ്രമുഖ ആചാര്യനായ ശ്രീ പള്ളിക്കൽ സുനിൽ അവരുടെ കാർമ്മികത്വത്തിലാണ് അയ്യപ്പ മഹാസത്രം ആരംഭിക്കുന്നത്. കേരളത്തിലെ തന്നെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നാണ് ഉമ്പർനാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം. അതായത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പടനായകന്മാരിൽ പ്രധാനിയായിരുന്ന കായംകുളം രാജാവിൻ്റെ പടനായകന്മാരിൽ പ്രധാനിയായിരുന്ന മന്ദിരത്ത് കുടുംബക്കാരനവരുടെ ഉപാസന മൂർത്തിയായി കരുതിപ്പോരുന്ന ഭഗവാനെയാണ് ഇക്കാലത്ത് ഇന്ന് കാണുന്ന ഉമ്പർനാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തി സ്വാമി അയ്യപ്പനായി ഉമ്പർനാട് ശ്രീ ധർമ്മശാസ്താവായി ആരാധിച്ചു പോരുന്നു. അതിൻ്റെ ക്ഷിപ്ര പ്രസാദി കലിയുഗവരദനുമായി വാണരുളുന്ന ഭഗവാന്റെ അത്ഭുത പ്രവർത്തികളുടെ അനേകം കഥകൾ പ്രദേശവാസികളായ എല്ലാവർക്കും അറിവുള്ളതാണ്. അത് എല്ലാവരെയും വളരെ വളരെ അത്ഭുതങ്ങൾ ഉളവാക്കി തന്നിട്ടുള്ള നിരവധികളായ സംഭവവികാസങ്ങളും ഭഗവത് സന്നിധിയിൽ നടന്നിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ ബൃഹത്തായ അയ്യപ്പ മഹാസത്രം ആദ്യമായാണ് ഈ തെക്കൻ കേരളത്തിൽ ഇവിടെ ഉമ്പർനാട് ശ്രീ ധർമ്മശാസ്താ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്നത്. മെയ് 11 രാവിലെ അയ്യപ്പസ്വാമിയുടെ പുണ്യഭൂമിയായ പന്തളം വലിയ കൊട്ടാരത്തിൽ സ്ഥിതി ചെയ്യുന്ന പന്തളം വലിയ കൊട്ടിൽ ക്ഷേത്രത്തിൽ നിന്നും അയ്യപ്പൻ്റെ വിഗ്രഹം വഹിച്ചുകൊണ്ടുള്ള വിഗ്രഹഘോഷയാത്ര ആരംഭിക്കുന്നതോടുകൂടി അഖില ഭാരത അയ്യപ്പ മഹാസത്രം 2024 തുടക്കം കുറിക്കുകയാണ്. വിഗ്രഹ രഥഘോഷയാത്ര വിവിധങ്ങളായ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി വൈകിട്ട് 5 മണിയോടുകൂടി ക്ഷേത്ര ജംഗ്ഷനിൽ എത്തിച്ചേരുന്നു. അവിടെ നിന്ന് പിന്നീട് വാദ്യഘോഷങ്ങളുടെയും താലപ്പൊലിയുടെയും അകമ്പടിയോടുകൂടി ഒരു മഹാഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വീകരിക്കുന്നതാണ്. തുടർന്ന് 12-ാം തീയതി രാവിലെ അഖണ്ഡനാമ ജപം ആരംഭിക്കുന്നു. തുടർന്ന് അന്നേ ദിവസം വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും വിഗ്രഹ പ്രതിഷ്ഠയും നടക്കും. ബഹുമാന്യനായ നമ്മുടെ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ചടങ്ങിൽ വാഴൂരാശ്രമ മഠാധിപതി പ്രജ്ഞാനന്ദ തീർത്ഥപാദകർ, ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരുടെ, പന്തളം കൊട്ടാര പ്രതിനിധി ശ്രീ നാരായണവർമ്മ, മാളികപ്പുറം സിനിമയിലെ ബാലതാരം കുമാരി ദേവനന്ദ, ഒപ്പം സത്രത്തിൻ്റെ ആചാര്യനായ ഡോക്ടർ പള്ളിക്കൽ സുനിൽ എന്നിവർ ആ ചടങ്ങിൽ പങ്കെടുത്തു. മെയ് 13 മുതൽ 15 വരെ സത്രവേദിയിൽ ശിവപുരാണം, ശ്രീമദ് ഭാഗവതം, ദേവി ഭാഗവതം എന്നിവയുടെ പാരായണവും അതിൻ്റെ വിവിധങ്ങളായ കഥാഭാഗങ്ങളുടെ അവലോകനവും നടക്കുന്നതാണ്. മെയ് 15 മുതൽ അയ്യപ്പ ചരിത പാരായണവും ആ അയ്യപ്പ ചരിത പാരായണത്തിൻ്റെ അവലോകനവും സത്രവേദിയിൽ നടക്കുന്നു. യജ്ഞാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിലിന്റെ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 10-ന് കലവറ നിറയ്ക്കൽ, മെയ് 11 ശനിയാഴ്ച രാവിലെ 8-ന് അയ്യപ്പ വിഗ്രഹ ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. വൈകിട്ട് 5:30-ന് ക്ഷേത്ര ആൽത്തറ ജംഗ്ഷനിൽ ഘോഷയാത്ര എത്തിച്ചേരും. മെയ് 12 ഞായറാഴ്ച രാവിലെ
5:30 ഗണപതി ഹോമം നടക്കും. 6:30 അഖണ്ഡനാമ ജപയജ്ഞം ഉണ്ടാകും. വൈകിട്ട് 5:30 സത്ര സമാരംഭ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും. ദീപപ്രോജ്വലനം, വിഗ്രഹപ്രതിഷ്ഠ എന്നിവയ്ക്ക് ശേഷം നടക്കുന്ന സമ്മേളനം വാഴൂർ ആശ്രമാധിപതി സ്വാമി നടതീർത്ഥപാദർ ഉദ്ഘാടനം ചെയ്യും. സത്രസമിതി രക്ഷാധികാരി ആർ സുനിൽ അധ്യക്ഷനാകും. പന്തളം കൊട്ടാര പ്രതിനിധി നാരായണവർമ്മ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ശബരിമല തന്ത്രി കണ്ഠരര് രാജീവര് അനുഗ്രഹ പ്രഭാഷണം നടത്തും. ചലച്ചിത്ര ബാലതാരം ദേവനന്ദ മുഖ്യ സാന്നിധ്യം വഹിക്കും. സത്രാചാര്യൻ ഡോക്ടർ പള്ളിക്കൽ സുനിൽ സത്ര സന്ദേശം നൽകും. ജനറൽ കൺവീനർ ആർ രാജേഷ് കുമാർ ആശംസാ പ്രസംഗം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി രമേശൻ ഉണ്ണിത്താൻ, രക്ഷാധികാരി ആർ സുനിൽ, ജനറൽ കൺവീനർ രാജേഷ് കുമാർ, ഖജാൻജി നന്ദകുമാർ, ജോയിന്റ് കൺവീനർ വിഷ്ണു കാർണവർ എന്നിവർ പങ്കെടുത്തു. CDNet ന്യൂസ് മാവേലിക്കര.